നമ്മുടെ ഇടയിൽ എന്ത് തർക്കമുണ്ടായാലും, എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടായാലും പരിഹാര മാർഗം എന്ന് പറയുന്നത് ഖുർആനിലേക്ക് മടങ്ങലാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വാചകം, ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോവുകയാണ്. ആ രണ്ട് കാര്യങ്ങൾ എന്താ? ഖുർആനാണ്, അതേപോലെ തന്നെ സുന്നത്താണ്. അതിലേക്ക് നോക്കിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നമസ്കാരത്തിൽ കൈകെട്ടുന്ന വിഷയത്തിൽ തർക്കമുണ്ടോ? നമസ്കാരത്തിൽ എവിടെയാണ് കൈകെട്ടേണ്ടത് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? നമ്മുടെ നബി എവിടെയാണ് കെട്ടിയത് എന്ന് നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ കൈകൾ നെഞ്ചോട് ചേർത്തു വെച്ചുവെന്ന സ്വഹീഹായ ഹദീസ് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നെഞ്ചത്ത് കൈകെട്ടുന്നു. നോക്കൂ നിങ്ങൾ, പ്രശ്നം സിമ്പിളാണ്, പരിഹരിക്കാനുള്ള വഴി എളുപ്പമാണ്. ഒരു വ്യക്തി മരിച്ചാൽ ആ മരിച്ച വ്യക്തിയുടെ മയ്യത്തിന്റെ സമീപത്ത് വെച്ച് ഖുർആൻ ഓതണോ വേണ്ടയോ? തർക്കമുണ്ടോ? ഖുർആൻ ഓതണമെന്ന് പറയുന്നവരും ഓതണ്ട എന്ന് പറയുന്ന ആളുകളുമുണ്ടോ? ആ തർക്കത്തെ പരിഹരിക്കാൻ പ്രവാചകന്റെ കാലഘട്ടത്തിലെ മരണ വീടുകളിലേക്ക് നോക്കിയാൽ മതി. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് മരണപ്പെട്ടപ്പോൾ ആരെങ്കിലും അവിടെ ഖുർആൻ ഓതിയിട്ടുണ്ടോ? നബി പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ നമുക്ക് സ്വീകരിക്കാം, ഇല്ല എങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് സൊല്യൂഷൻ, പരിഹാരം എന്നുള്ളത് എളുപ്പമാണ്. ഇസ്ലാമിലെ ഏത് കാര്യങ്ങൾക്കും പരിഹാരമുണ്ട്, എല്ലാം എളുപ്പമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തിയത്, നമ്മുടെ ഇടയിൽ തർക്കങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഒട്ടനവധി വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം അത് ഖുർആനാണ്, അത് സുന്നത്താണ്. അതുകൊണ്ട് ഖുർആനും സുന്നത്തും ആഴത്തിൽ പഠിക്കുന്ന ആളുകളായി മാറാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.